ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. എന്നാൽ ഇതെങ്ങനെ കൈവരിക്കാം? ആ അറിവാണ് നമുക്ക് കിട്ടേണ്ടത്. സമാധാനം കൈവരിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് സത്യം വദ ധർമ്മം ചര. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയാണെങ്കിൽ നമുക്കെന്നും സമാധാനമായിരിക്കും. സത്യം വദ ധർമ്മം ചര. സത്യം പറയൂ, ധർമ്മം ആചരിക്കൂ. ഇനി എന്താണ് സത്യം, എന്താണ് ധർമ്മം? ഇത് രണ്ടിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടേ? സത്യമെന്നാൽ നമ്മുടെ വിചാരവും വാക്കും പ്രവൃത്തിയും ഒന്നാകുന്നു. ജീവന് 3 ഉപകരണമാണുള്ളത്: ശരീരം, മനസ്സ്, ബുദ്ധി. ഈ 3 ഉപകരണങ്ങളും ഒരേ ദിശയിലേക്ക് തിരിച്ചു വിടുന്നതാണ് സത്യം. അതായത് എന്ത് നമ്മൾ ചിന്തിക്കുന്നുവോ അതായിരിക്കണം പറയേണ്ടത്, പറയുന്നതെന്തോ അതായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതിനാൽ ഒരു കവി സത്യധർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പറയുന്നതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. സത്യം വദിക്കാൻ പഠിക്കൂ എന്നും ധർമ്മം ചരിക്കാൻ ശ്രമിക്കൂ. സത്യത്തോടാഭിമുഖ്യം വരും ബുദ്ധിക്ക് ധർമ്മം വിളക്കായി ഭവിക്കും. സത്യത്തോട് ആഭിമുഖ്യം വരുന്ന ബുദ്ധിക്ക് ധർമ്മം വിളക്കായി, വെളിച്ചമായി, സഹായിയായിട്ട് വരും. എത്ര ചിന്തനീയമായ വാക്കുകളാണ് ഇവയെല്ലാം. ചെറിയ ചെറിയ വചനങ്ങളിൽ കൂടി വലിയ വലിയ തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് സൂത്രവാക്യങ്ങൾ എന്ന് പറയുന്നത്. അത്തരം സൂത്രങ്ങളാണ് മഹത്തായ ഇത്തരം ആശയങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത്. സത്യം വദിക്കാൻ പഠിക്കൂ എന്നും നമ്മുടെ ജീവിതകാലം മുഴുവൻ സത്യം പറയാൻ പഠിക്കുക. നാം പറയാൻ പറ്റുന്നത് മാത്രമേ ചിന്തിക്കാവൂ. ചിന്ത പലതും വരാം, അതാർക്കും അറിയില്ലല്ലോ. അതിനാൽ പറയാൻ പറ്റുന്ന ചിന്തകൾക്ക് മാത്രമേ പ്രസക്തി കൊടുക്കാവൂ. അല്ലാത്ത ചിന്തകളെ നാം അവഗണിക്കുക. അവഗണിക്കുമ്പോൾ അവ നിർവീര്യമായിക്കൊള്ളും. അങ്ങനെ പറയാൻ പറ്റുന്നത് ചിന്തിക്കുകയും പിന്നീട് നമ്മൾ പറയുന്നവയാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത്. പ്രവർത്തിക്കാൻ പറ്റുന്നതേ പറയാവൂ. എന്തും പറയാൻ എളുപ്പമാണ്, പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വളരെ വിഷമവുമാണ്. അതിനാൽ പ്രവർത്തിക്കാൻ പറ്റുന്നത് മാത്രം പറയുക. അങ്ങനെ നമ്മുടെ വിചാരവും വാക്കും പ്രവൃത്തിയും ഒന്നാകുന്നതാണ് സത്യം എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളോട് പറയുന്നു സത്യം പറയണം എന്ന്. അപ്പോൾ പറയുന്നവ ഉള്ളതായിരിക്കണം എന്നാണ്. എന്നാൽ നമ്മളീ പറയുന്നതൊക്കെ ഉള്ളതാണോ? നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവ ഒന്നും തന്നെ ശാശ്വതമായി ഉള്ളതല്ല. ഉള്ളതിനെ കുറിച്ച് പറയാനും പറ്റില്ല. പറയാൻ പറ്റാത്തതാണ് ഉള്ളത്. എന്നാൽ അസത്തായതിനെയാണ് നാം പറയുന്നതൊക്കെ. എങ്കിലും നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ പ്രവൃത്തിയും ഒന്നാവും. നമ്മുടെ ചിന്തകളാണ് വാക്ക്. അതായത് ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായിത്തീരണം. ഇതാണ് സത്യം വദിക്കാൻ പഠിക്കൂ. ഇത് കുറച്ച് വിഷമമില്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. സത്യം പറയുക എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളോട് പറയും കളവ് പറയരുത് കേട്ടോ, സത്യം മാത്രമേ പറയാവൂ. ഉള്ളതുപോലെ പറയുന്നതാണ് സത്യം പറയുക എന്ന് പറയുന്നത്. അതിൽ താൻ ചെയ്യാത്ത കാര്യങ്ങൾ
താൻ ചെയ്ത കാര്യങ്ങൾ വേണ്ടാത്തതാണെങ്കിൽ ചെയ്തിട്ടില്ല എന്നും, അതുപോലെ അങ്ങനെ താൻ ചെയ്യാത്തത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കളവായിട്ട് നാം പറയുന്നു. അതുപോലെ നാം പ്രവർത്തിക്കാത്തത് വലിയ വീമ്പളക്കി പറയുന്നതും അസത്യമാണ്. ചെയ്തത് മാത്രം പറയുക. അതുപോലെ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് പറയുക. ഇത് സത്യം വധിക്കാൻ പഠിക്കൂ എന്നും ധർമ്മം ധരിക്കാൻ ശ്രമിക്കൂ. ധാർമ്മികമായ ജീവിതം നയിക്കണം. എന്താണ് ധർമ്മം എന്ന് ഏറ്റവും ചെറിയ ചുരുങ്ങിയ വാക്കിൽ ലളിതമായി പറയുകയാണെങ്കിൽ, ധർമ്മം എന്നത് ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി കർമ്മം തന്നെയാണ് ധർമ്മം. പക്ഷെ ആ കർമ്മം എപ്രകാരത്തിലുള്ളതായിരിക്കണം എന്നാണ്. തനിക്കും താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്കും എനിക്കും ദുഃഖം വരാൻ പാടില്ല. അങ്ങനെ എനിക്കും മറ്റുള്ളവർക്കും ദുഃഖം വരാത്ത പ്രവൃത്തികളാണ് ധർമ്മം എന്ന് പറയുന്നത്. അത് ധർമ്മം ചരിക്കാൻ ശ്രമിക്കൂ. മറ്റത് പഠിക്കാൻ പറഞ്ഞു, ഇത് പരിശ്രമിക്കാൻ പറഞ്ഞു. സത്യം വധിക്കാൻ പഠിക്കൂ എന്നും ധർമ്മം ചരിക്കാൻ ശ്രമിക്കൂ. ധാർമ്മികമായി നമ്മൾ ജീവിക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സത്യത്തോടാഭിമുഖ്യം വരും ബുദ്ധിക്ക്. സത്യത്തോട് ആഭിമുഖ്യം നമ്മുടെ ബുദ്ധിക്ക് വരികയാണെങ്കിൽ ധർമ്മം വിളക്കാൻ ഭവിക്കും. ധർമ്മം അവിടെ നമുക്ക് വെളിച്ചമായി ഭവിക്കും. ആ സത്യം പറയാൻ നമുക്ക് സത്യത്തെ നാം മുറുകെ പിടിച്ചാൽ ധർമ്മം അതിനെ അനുഗമിക്കും. ധർമ്മം വിളക്കായി നമ്മെ അനുഗമിക്കും. അപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതം. സത്യം വധിക്കാൻ പഠിക്കൂ എന്നും ധർമ്മം ധരിക്കാൻ ശ്രമിക്കൂ. സത്യത്തോടാഭിമുഖ്യം വരും ബുദ്ധിക്ക് ധർമ്മം വിളക്കായി ഭവിക്കും.